അടുത്തതായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിനെ കുറിച്ചാണ്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് എന്നാൽ വർത്തമാന കാലത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ പറയാൻ വേണ്ടിയിട്ടാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. അപ്പോ ഞാനിപ്പം ഒരു കത്ത് എഴുതിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട്, ഞാനിപ്പോ ഒരു കത്ത് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് പറയാൻ വേണ്ടിയിട്ട് ഐ ആം റൈറ്റിംഗ് എ ലെറ്റർ എന്ന് എഴുതാൻ പറ്റും. ഐ ആം റൈറ്റിംഗ് എ ലെറ്റർ, ഞാൻ ഒരു കത്ത് എഴുതിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഈ ഇടയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ പറയാൻ വേണ്ടിയിട്ട് ഐ ആം പ്രിപ്പയറിംഗ് ഫോർ ആൻ എക്സാമിനേഷൻ, ഞാൻ ഒരു എക്സാമിനേഷന് വേണ്ടി തയ്യാറെടുത്ത് കൊണ്ടിരിക്കുകയാണ് എന്ന് പറയാൻ വേണ്ടി പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ഫിക്സ്ഡ് ആക്ഷനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ രണ്ടാമത്തെ ഉപയോഗം ഒരു ഫിക്സ്ഡ് ആക്ഷനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട്, ഒരു പ്രവൃത്തി ചെയ്യാൻ നേരത്തെ കൂട്ടി തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്, ആ പ്രവൃത്തി നടന്നിട്ടില്ല, പക്ഷെ ആ പ്രവൃത്തിയെ കുറിച്ച് നേരത്തെ കൂട്ടി തീരുമാനിച്ചു വെക്കപ്പെട്ടിട്ടുണ്ട്, അത്തരം ഒരു കാര്യത്തെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കും. ഉദാഹരണത്തിന് എന്ന് പറഞ്ഞാൽ ഞാൻ നാളെ ദുബായിലേക്ക് പോവുകയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട്, അതായത് നേരത്തെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് നാളെ പോകണമെന്ന്. അപ്പൊ നാളെ പോകുന്ന കാര്യത്തെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഉപയോഗിക്കുക. അപ്പൊ ഐ എം ഫ്ലൈയിങ് ടു ദുബായ് ടുമോറോ എന്നാണ് പറയുക, നാളെ ഞാൻ ദുബായിലേക്ക് പോവുകയാണ് എന്ന് പറയാൻ വേണ്ടി പറ്റും. ഐ ആം ഗോയിങ് ടു ഷോപ്പിംഗ് മാൾ ടുമോറോ, നാളെ ഞാൻ ഷോപ്പിംഗ് മാളിലേക്ക് പോവുകയാണ്. നേരത്തെ കൂട്ടി തീരുമാനിച്ചു വെച്ചിട്ട് നാളെ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച്, അല്ലെങ്കിൽ പിന്നീട് പോകാൻ വേണ്ടി തീരുമാനിക്കപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടും പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഉപയോഗിക്കുക. ഈ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിന്റെ വെർബുകളിലൊക്കെ നമ്മൾ ING എന്ന് കൊടുക്കേണ്ടി വരും. അതായത് വെർബായിട്ടുള്ള റീഡ് എന്നാണ് വെർബെങ്കിൽ റീഡിങ് എന്ന് കൊടുക്കേണ്ടി വരും. റൺ ആണ് വെർബെങ്കിൽ റണ്ണിങ് എന്ന് കൊടുക്കേണ്ടി വരും. പിന്നെ വാക്കാണ് വെർബെങ്കിൽ വാക്കിംഗ് എന്ന് കൊടുക്കേണ്ടി വരും. സ്പീക്ക് ആണ് വെർബെങ്കിൽ സ്പീക്കിംഗ് എന്ന് കൊടുക്കേണ്ടി വരും. അപ്പം അതിന്റെയൊക്കെ മുമ്പായിട്ട് ING കൊടുക്കേണ്ടി വരും. പിന്നെ നമ്മൾ അതിന്റെ സബ്ജക്റ്റിന്റെ കൂടെ ചില കാര്യങ്ങൾ കൂടി ചേർത്ത് കൊടുക്കേണ്ടി വരും. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് ഐ ആണെങ്കിൽ, ഞാൻ ചെയ്യുന്നു എന്ന് പറയുകയാണെങ്കിൽ, ഞാൻ വായിക്കുന്നു എന്നാണെങ്കിൽ ഐയുടെ കൂടെ ഒരു ആം എന്ന് കൊടുക്കേണ്ടി വരും. ഐ ആം, ഞാൻ, ഐ ആം റീഡിങ്, ഐ ആം സ്ലീപ്പിംഗ്, ഐ ആം വർക്കിംഗ്, ഐ ആം ആം എന്ന് കൊടുക്കേണ്ടി വരും. ഐയുടെ കൂടെ എപ്പോഴും ഒരു ആം എന്ന് ചേർക്കേണ്ടി വരും. ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അതിന്റെ വെർബിന്റെ കൂടെ എപ്പോഴും ING കൊടുക്കുക. ശേഷം ഐ ആണ് സബ്ജക്റ്റ് എങ്കിൽ, പ്രവൃത്തി ചെയ്യുന്ന ആൾ ഐ ആണ് എങ്കിൽ അതിന്റെ കൂടെ ആം എന്ന് ചേർക്കുക. ഇനി രണ്ടാമത്തെ കാര്യം യു, ദേ, വി എന്നീ പദങ്ങളാണ് അതിന്റെ സബ്ജക്റ്റ് ആയിട്ട്, പ്രവൃത്തി ചെയ്യുന്ന ആളായിട്ട് യു, ദേ, വി എന്നീ പദങ്ങളാണ് വരുന്നതെങ്കിൽ അതിന്റെ കൂടെ യു ആർ എന്നാണ് ചേർത്ത് കൊടുക്കേണ്ടത്. യു ആർ റൈറ്റിംഗ്, നീ എഴുതുകയാണ്, എഴുതിക്കൊണ്ടിരിക്കുന്നു. പിന്നെ വി ആർ റൈറ്റിംഗ്, ഞങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ വേണ്ടി പറ്റും. വി ആർ എന്നാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ദേ ആർ റൈറ്റിംഗ്, അവർ എഴുതിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ വേണ്ടി പറ്റും. അപ്പൊ യുവിന്റെ കൂടെയും പ്ലൂരൽ ഫോം, അതായത് ബഹുവചനങ്ങളുടെ കൂടെയും ആർ എന്നാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? പിന്നെ ഹി, സി, ഇറ്റ്, ഇതെല്ലാം എന്താണ്? സിംഗുലർ ആണ് എന്ന് പറഞ്ഞാൽ അതൊക്കെ ഏകവചനങ്ങളാണ്. ഹി ഈസ് ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പൊ അതിന്റെ കൂടെ ഈസ് ചേർത്തും. ഹി ഈസ് റൈറ്റിംഗ്, ഷീ ഈസ് റൈറ്റിംഗ്. ഇപ്പം ഹീക്കും ഷീക്കും പകരമായിട്ട് ഏതെങ്കിലും ആളുകളുടെ പേരാണെങ്കിൽ രാമു ഈസ് റൈറ്റിംഗ്, രാധ ഈസ് റൈറ്റിംഗ്, രാമു ഈസ് റീഡിങ്, രാധ ഈസ് റീഡിങ്. അങ്ങനെ എന്ത് ചെയ്യണം? ഈസ് എന്നാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പൊ ഇത്തരം കാര്യങ്ങളേ ഉള്ളൂ. ഐ ആണെങ്കിൽ ആം ചേർത്ത് കൊടുക്കണം. പിന്നെ യു, ദേ, വി എന്നിവയാണെങ്കിൽ എന്ത് ചെയ്യണം? പിന്നെ ആറ് ചേർത്ത് കൊടുക്കണം. ഹി, സി, ഇറ്റ് എന്നിവയാണെങ്കിൽ ഈസ് ചേർത്ത് കൊടുക്കണം. അങ്ങനെയാണ് അതിന്റെ പിന്നെ സബ്ജക്റ്റിന്റെ കൂടെയുള്ള കാര്യങ്ങൾ ചേർത്ത് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് രണ്ടർത്ഥങ്ങളിലാണ് പ്രധാനമായിട്ടും വരിക. അതായത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പിന്നെ ഭാവിയിൽ ചെയ്യണമെന്ന് നേരത്തെ കൂട്ടി നിശ്ചയിക്കപ്പെട്ട ഒരു കാര്യത്തെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട്, പിന്നെ നേരത്തെ ഫിക്സ് ചെയ്യപ്പെട്ട ഒരു ആക്ഷനെ കുറിച്ച് പറയാൻ വേണ്ടി പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കും. പിന്നെ അതിന്റെ സബ്ജക്റ്റുകൾ മാറുന്ന എല്ലാത്തിനും അകത്തും അതിന്റെ വെർബിന്റെ കൂടെ ING കൊടുക്കണം. സബ്ജക്റ്റുകൾ മാറുന്നതിനനുസരിച്ച് അതിലേക്ക് ഈസ്, ആം, ആർ എന്നിവ ചേർക്കേണ്ടി വരും. ഐ ആണെങ്കിൽ ആം ആണ് കൊടുക്കേണ്ടത്. ഹിയും സിയും ഇറ്റും ആണെങ്കിൽ ഈസാണ് ചേർക്കേണ്ടത്. യുവും ദേയും വിയും ആണെങ്കിൽ ആറ് എന്നാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേരാണെങ്കിൽ ഈസാണ് ചേർക്കേണ്ടത്. ഏതെങ്കിലും ഒരു സ്ത്രീയുടെ പേരോ പുരുഷൻ എന്താണെങ്കിലും ഈസാണ് ചേർക്കേണ്ടത്. ഇനി ഒരുപാട് വ്യക്തികൾ ചെയ്യുന്ന പ്രവൃത്തിയാണെങ്കിൽ അവിടെയൊക്കെ
ആറാണ് ചേർക്കേണ്ടത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഈ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ടതായിട്ട് ഉണ്ടാവുകയുള്ളൂ. ഓക്കെ.